മൈക്ക് ഓൺ ചെയ്ത് വെക്കേ. യെസ് മാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ സാറല്ലേ ക്ലാസ് എടുത്തത്? എന്തൊക്കെ പറഞ്ഞേ? ഒരു അക്കൗണ്ട്സ് ചെയ്തു. കോൺട്രാക്ട് പേയ്മെന്റ് റെസിപ്റ്റിനെ കുറിച്ച്. വൗച്ചർ ടൈപ്സ് അല്ലേ? ആ ഓക്കെ, ഏതൊക്കെ വൗച്ചർ ടൈപ്സ് ഉണ്ട്, ഓരോ വൗച്ചർ ടൈപ്സ് എന്തിനാണ്, ഓരോ വൗച്ചർ ടൈപ്പിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുള്ളത് പറഞ്ഞല്ലേ സാറ്? ആ നമ്മളൊരു പ്രോബ്ലം ചെയ്തോണ്ടുണ്ടായിട്ടില്ലേ? ആ പ്രോബ്ലം ഒന്നും ചെയ്തിട്ടില്ലല്ലോ? നിങ്ങൾ വേറെ ട്രാൻസാക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മള് കമ്പനി ഓപ്പൺ ചെയ്ത് വെക്കാം. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി അശോക്സ് ലിമിറ്റഡ് വരുന്നുണ്ടോ ഇവിടെ? അതിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ടോന്ന് എങ്ങനെയാ നോക്കുക? ഓൾട്ടർ കമ്പനി ഓപ്പൺ അല്ലെങ്കിൽ ഇവിടെ കെ കമ്പനിയിൽ പോയിട്ട് വേറെ ഏതെങ്കിലും കമ്പനി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇപ്പൊ പുതിയതായിട്ട് ചെയ്യുന്നത് കൊണ്ട് വേറെ കമ്പനി ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കമ്പനി സാർ ഒരു ആദ്യം കമ്പനി ചെയ്തതിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തിരുന്നു. സാറല്ലേ, നിങ്ങൾ ചെയ്തില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ, സാറും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടല്ലേ? ഞാൻ റെക്കോർഡ് കേട്ടാ ചെയ്തു, അപ്പൊ പിന്നെ ഞാനും അതിൽ പകുതി ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, കമ്പനി സെലക്ട് ചെയ്ത് വെക്കാം. എല്ലാവർക്കും ഇവിടെ അശോക്സ് ലിമിറ്റഡ് വന്നിട്ടുണ്ടാവും അല്ലേ? വന്നിട്ടില്ലേ? ആ ഓൾട്ട് F2 അടിച്ചിട്ട് ഈ ഡേറ്റ് തന്നെയാണോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾട്ട് F2 അടിക്കാം. 1st April 2026 to 31st March 2027 ആണല്ലോ. ഈ പീരീഡ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ഈ പീരീഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു വർഷത്തെ അക്കൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത് ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ലെഡ്ജേഴ്സ് ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലേ? ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓൾട്ടറിൽ പോയിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നു. നമ്മൾ ഇത്രയും ലെഡ്ജേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു ഇല്ലേ? ശേഷം നമ്മൾ വൗച്ചർ സ്റ്റാർട്ട് ചെയ്തു. വൗച്ചേഴ്സ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ വൗച്ചർ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു, ട്രാൻസാക്ഷൻസ് നമ്മൾ വൗച്ചറിൽ ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെ ചെയ്ത്? ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും പിന്നെ പർച്ചേസും. ഓക്കെ, ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് നമ്മൾ റെസീറ്റിൽ ചെയ്തു, പർച്ചേസ് നമ്മൾ പേയ്മെന്റിൽ ചെയ്തു. പർച്ചേസ് നമുക്ക് ഇപ്പൊ നമ്മൾ ഐറ്റം ഏത് ഐറ്റം ആണ് പർച്ചേസ് ഉള്ളത് ഇവിടെ കാണിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് പേയ്മെന്റിൽ ചെയ്താലും മതി. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാർ ഇന്നലെ പറഞ്ഞ രീതിയിൽ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ഞാൻ അയച്ച പ്രോബ്ലം വെച്ചിട്ട് നമുക്കിതില് പേയ്മെന്റ്സിലും റെസീറ്റിലും ചെയ്യാനുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്യാഷ് കിട്ടുന്നതൊക്കെ നമ്മൾ റെസീറ്റിൽ ചെയ്യാം. അമ്മ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി തരുമോ, എങ്ങനെയാ അത് ഓപ്പൺ ആക്കാന്നുള്ളത്? ഏത് ഓപ്പൺ ആക്കാന്നുള്ളത്? വൗച്ചറോ? പിന്നെ ആ കമ്പനി അല്ല, വൗച്ചർ. ഓക്കെ, കമ്പനി ഇവിടെ ഓൾറെഡി സെലക്ട് ആയിട്ട് കാണുന്നില്ലേ? അവിടെ സെലക്ട് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ കമ്പനിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ലെഡ്ജേഴ്സ് ഞാൻ തന്ന ക്വസ്റ്റ്യൻ പ്രകാരം ലെഡ്ജേഴ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ 2 വൗച്ചേഴ്സും ചെയ്തു. ഏതിലാണ് ചെയ്തത്? ഇതാ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ ഇവിടെ വൗച്ചേഴ്സ് കാണാം ഇല്ലേ? ഇതെടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, പേജ് അപ്പ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലെഡ്ജർ അക്കൗണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ചെയ്തത്. ആദ്യം നമ്മൾ ലെഡ്ജർ ചെയ്തിരുന്നില്ലേ? മറന്നുപോയോ? ഇതിൽ നമ്മൾ 2 വൗച്ചേഴ്സും ചെയ്തിട്ടുണ്ട്. പേജ് അപ്പ് അടിക്കുക, അപ്പം കാണാൻ പറ്റും. നമ്മൾ 2 വൗച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ലേ?
എവിടെ ക്യാപിറ്റലും ചെയ്തു പർച്ചേസും ചെയ്തു. കീബോർഡിൽ പേജ് അപ്പ് PGUP PGDN അതാണ് പേജ് അപ്പ് പേജ് ഡൗൺ. തൊട്ട് മുന്നേ ഉള്ള പേജ് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ, ക്യാപിറ്റലും പർച്ചേസും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ക്വസ്റ്റ്യൻ പ്രകാരമാണ് നമ്മളിപ്പോ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് കേട്ടോ, അക്കൗണ്ട്സ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഗ്രൂപ്പിൽ ഇടാം, നോക്കിയിട്ട് ചെയ്യാൻ തുടങ്ങാം. ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നോക്കാം. അതിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ, അശോക് സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹10 lakh. ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ₹36,000, അതും നമ്മൾ ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് പേയ്മെന്റിൽ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഏതാണ് സാലറി പെയ്ഡ്? ഏതിലായിരിക്കും? പേയ്മെന്റ് ആണോ റെസീറ്റ് ആണോ? പേയ്മെന്റ് ഏതാണ്? പേയ്മെന്റ് വൗച്ചർ ടൈപ്പ് F5 എടുക്കാം. അപ്പൊ പേയ്മെന്റ് വൗച്ചർ ടൈപ്പിൽ വരും. ഇവിടെ നമ്മള് സാലറി ജേർണൽ എൻട്രി വരാം. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, സാലറി ഡെബിറ്റ് ചെയ്യാം. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 2000. ആദ്യം ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക കേട്ടോ, ആദ്യം ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യാം. ഞാൻ ചെയ്യുന്നതന്നെ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യാം. ഇവിടെ വെച്ചിട്ട് എൻട്രി അടിക്കാം. അപ്പം CRന്റെ അടുത്തായിരിക്കും വരാം. ഒന്നുകൂടെ എൻട്രി അടിക്കാം. അപ്പോ നമ്മൾ ലെഡ്ജറിന്റെ ബോക്സിലേക്ക് വരും. ഇവിടെ നമ്മൾ ക്യാഷ് സെലക്ട് ചെയ്യാം. ഇത്രയും വന്നു കഴിഞ്ഞാൽ എൻട്രി അടിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം. സാലറി പെയ്ഡ് സേവ് ആയി. ചെയ്തോ പേയ്മെന്റിൽ? ചെയ്തോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹11,000. ഏതിലാ ചെയ്യാം? F9. ഈ പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ പിന്നെ F9 ചെയ്യണ്ട കേട്ടാ. ജസ്റ്റ് പർച്ചേസ് പേയ്മെന്റ് റെസീറ്റിൽ മാത്രമേ ചെയ്യണ്ടൂ. പർച്ചേസ് ചെയ്യുന്നത് നമ്മളിവിടെ പേയ്മെന്റിൽ ചെയ്താൽ മതി. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കൊടുക്കല്ലേന്ന്. ഇവിടെ നമ്മൾ ഐറ്റം ഡീറ്റെയിൽസ് തരുന്നില്ലല്ലോ, ഇൻവെന്ററി തരുന്നില്ല. അപ്പൊ നമ്മൾ പേയ്മെന്റിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ പർച്ചേസ് പേയ്മെന്റിൽ ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ജേർണൽ എൻട്രി വരാം. പർച്ചേസ് ഡെബിറ്റ് ചെയ്യാം. നെയിം ഓഫ് ഐറ്റം ചോദിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഇവിടെ ഐറ്റം ഒന്നുമില്ല. എൻട്രി അടിക്കാം. എമൗണ്ട് അടിച്ചു കൊടുക്കാം 11,000. എൻട്രി അടിക്കാം. ക്രെഡിറ്റ് ക്യാഷ്. ഇത്രയും ചെയ്യാം. സേവ് ചെയ്യാം. ചെയ്തോ? ഇൻവെന്ററി അലോക്കേഷൻ 4 എന്ന് കാണിച്ചിട്ട് amount purchase account up to cash അല്ലേ വരാ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷ് വരുമ്പോ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. പോകുന്നതാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. റൂൾ പ്രകാരം നമുക്കറിയാം ക്യാഷ് എന്ന് പറയുന്നത് കറന്റ് അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്. സേവ് ചെയ്യാം. നെക്സ്റ്റ് എന്താ? റെന്റ് റിസീവ്ഡ് ₹1000. റെസീറ്റ് ആണോ പേയ്മെന്റ് ആണോ? യെസ്, റെസീറ്റ് എടുക്കാം. F6 റെസീറ്റ്. അതിലിവിടെ റെസീറ്റിൽ ഫസ്റ്റ് CR ചോദിക്കാം. ക്രെഡിറ്റ്. ക്രെഡിറ്റ് ഏതാ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെന്റ് റിസീവ്ഡ് എന്നാണ് ജേർണൽ എൻട്രി വരാം. യെസ്, അപ്പൊ ക്രെഡിറ്റ് റെന്റ് റിസീവ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എമൗണ്ട് അടിച്ചു കൊടുക്കാം. എൻട്രി അടിക്കാം. ഡെബിറ്റ് ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്യാം.
ഞാൻ അവിടെ ക്രെഡിറ്റ് ആയത് ശ്രദ്ധിച്ചില്ല. അവിടെ ക്യാഷ് ബാക്ക് അടിച്ചിട്ട് മാറ്റി കൊടുത്താൽ മതി. പ്രൊസീജിയർ ചെയ്യണേ, വൗച്ചർ ടൈപ്പ് മാറ്റാൻ വിട്ടുപോകരുത്. എത്രയാണ്? മാം പർച്ചേസ് ഗുഡ്സ് പേയ്മെന്റിലല്ലേ എന്റെ? പേയ്മെന്റ് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ പ്രോബ്ലം നമ്മൾ F9 ചെയ്യാനുണ്ട്. അപ്പം പറഞ്ഞുതരാം. F9 ഐറ്റം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ F9 ചെയ്യുക. അതുപോലെ തന്നെ സെയിൽസും ഐറ്റം അതിന്റെ ക്വാണ്ടിറ്റി റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന സമയത്ത്. ഇപ്പം ജസ്റ്റ് ഗുഡ്സ് എന്ന് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൽ പേയ്മെന്റിൽ ചെയ്യാം. പർച്ചേസ് സെയിൽസ് ആകുമ്പോൾ റെസീറ്റിൽ ചെയ്താണ്. എല്ലാരും ചെയ്യണം കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് റിപ്പോർട്ട് അയച്ചു തരണേ. വെറുതെ ചെയ്യാണ്ടിരിക്കരുത്, ക്ലാസ് കേട്ട് മാത്രം പോകരുതേ. ഇതിന്റെ റിപ്പോർട്ട് ഞാൻ ചെയ്യുന്ന പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. ആ റിപ്പോർട്ട് ഗ്രൂപ്പിൽ ഫോട്ടോ അയക്കണം. മാം റെന്റ് റിസീവ് ചെയ്തില്ല എന്റെ? ഫ്രണ്ട് റിസീവ്ഡ് റെസീറ്റില്. ചെയ്തോ? റെന്റ് റിസീവ്ഡ് ചെയ്തില്ലേ? ആ. നെക്സ്റ്റ് എന്താ റെന്റ് റിസീവ്ഡിന്റെ ജേർണൽ എൻട്രി ഇങ്ങനെയാണ് വരാം. ക്രെഡിറ്റ്, റെന്റ് റിസീവ്ഡ്, ഡെബിറ്റ്, ക്യാഷ്. നെക്സ്റ്റ് ഏതാ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹27,000. നമ്മള് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഇങ്ങോട്ടാണ് കിട്ടുക. സോ നമ്മൾ റെസീറ്റിൽ തന്നെ ചെയ്യാം. ഓക്കെ, റെസീറ്റിൽ ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് ആണ് ജേർണൽ എൻട്രി വരാം. ക്രെഡിറ്റ് നമ്മൾ സെയിൽസ് കൊടുക്കാം. ഈ CR പിന്നെ 2 പ്രാവശ്യം വരുന്നത് എന്തുകൊണ്ടാ? ഫസ്റ്റ് നമ്മൾ CR സെയിൽസ് കൊടുത്തു, എന്നിട്ട് വീണ്ടും എൻട്രി അടിച്ചപ്പോൾ വീണ്ടും CR വന്ന്. നമ്മൾ ഇങ്ങനെ കൊടുത്തു, എൻട്രി അടിച്ചു. ഈ നമ്മൾ DR എന്നുള്ളത് ഒന്നുകിൽ നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇവിടെ വെച്ച് ഇവിടെ നമ്മൾ CR ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ CR വീണ്ടും വരും. അല്ല, അതെന്തുകൊണ്ട് അവിടെ DR ഓട്ടോമാറ്റിക് വരല്ലേ ചെയ്യാ? ഓട്ടോമാറ്റിക് വരും. പക്ഷെ ഇന്റതിൽ ഒന്ന് വീണ്ടും ഫോട്ടോ എടുത്ത് അയച്ചാൽ അങ്ങനെ CR വരണമെങ്കിൽ ഒന്നുകിൽ പിന്നെ എമൗണ്ട് കറക്റ്റ് ആയിരിക്കും അടിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഫോട്ടോ എടുത്ത് അയക്കുന്നാലും എനിക്ക് മനസ്സിലാവും. ഫോട്ടോ എടുത്ത് അയച്ചു. പിന്നെ അവിടെ DR ടൈപ്പ് ചെയ്ത് എഴുതാൻ പറ്റുമോ? ആക്കാൻ പറ്റും, പക്ഷെ എമൗണ്ട് കറക്റ്റ് രണ്ടിടത്തും ഒരേ എമൗണ്ട് കൊടുക്കണം കേട്ടോ. എമൗണ്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചത് ഇവിടെ നമ്മൾ 10,000 ഇവിടെ CR കൊടുത്തു. ഓക്കെ, അതായത് രണ്ടാമത്തെ CRന്റെ എമൗണ്ട് കറക്റ്റ്, പിന്നെ എമൗണ്ട് കറക്റ്റ് ആയിരിക്കണം. കൊടുത്തിട്ടില്ല. എമൗണ്ട് കൊടുത്തിട്ടില്ല. അപ്പൊ തന്നെ ഫസ്റ്റ് എമൗണ്ട് സെയിൽസിന്റെ എമൗണ്ട് എഴുതി, പിന്നെ എൻട്രി അടിച്ചപ്പം താഴെ CR തന്നെ വരുന്നത്. DR ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഡെബിറ്റ് ക്യാഷ് കൊടുക്കാം. എത്രയാണ് എമൗണ്ട്? 27,000. ഞാനാണ് ജനറൽ എൻട്രി വരാം. ഈ 27,000ഉം അത് മേലത്തെ ഡെബിറ്റ് വരുമ്പോ ഇതും 27,000 വരൂലേ നമുക്ക്? വരും. ഇന്റതിൽ വരുന്നില്ല. ഇതുവരെ വന്നിരുന്നു, അപ്പൊ ഈ സെയിൽസ് ചെയ്തപ്പോ വന്നില്ല. ഒന്ന് ഫോട്ടോ എടുത്തൊന്ന് അയച്ചാ നോക്കട്ടെ. കഴിക്കാം. അവിടെ എന്തുകൊണ്ടാ വരാത്തെ?
അവിടെ അറിയാണ്ട് ആ ഡെബിറ്റിലെ എമൗണ്ട് 2 ആണ് കൊടുത്തത്. 27,000 എന്ന് കൊടുക്ക്, എന്നാ വരും. ഇവിടെ ഡബിൾ അല്ല, ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ എമൗണ്ടിന്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് 27,000 കൊടുക്കും. പ്ലീസ് അയക്കാം. ഇനി 100 സ്റ്റോക്ക് ഓക്കെ അല്ലേ? മിസ് ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. നമ്മളിത് ലാസ്റ്റ് ഏതാ ചെയ്തത് എങ്ങനെയാ അറിയാ? ലാസ്റ്റ് ഏത് വരെ? ഇപ്പൊ ഞാൻ ഇത് ചെയ്തു. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. നമുക്ക് തൊട്ട് മുന്നേയുള്ള പേജ് കാണണമെങ്കിൽ പേജ് അപ്പ് അടിച്ചാൽ മതി. കീബോർഡിൽ PGUP ഇല്ലേ, പേജ് അപ്പ്, അത് അടിച്ചു കഴിഞ്ഞാല് തൊട്ട് മുന്നേയുള്ള പ്രീവിയസ് പേജിലേക്ക് പോകും. ഒന്നുകൂടെ പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാല് അതിന് മുന്നേയുള്ള, അങ്ങനെ നമുക്ക് ഓരോന്നും പേജ് അപ്പ് അടിച്ച് നോക്കാം. ഓക്കെ, പേജ് അപ്പ് അടിച്ച് നോക്കാം. ഒന്നുകൂടെ പേജ് അപ്പ് അടിച്ച് കഴിഞ്ഞാല് ഫ്രഷ് പേജിൽ വരും. റിഷാനോട് ഓക്കെ ആയില്ലേ? ഇപ്പൊ സേവ് ചെയ്തു. ഇനി സൺഡ്രി എക്സ്പെൻസ് ഏതിലാ ചെയ്യാം? പറ. സൺഡ്രി എക്സ്പെൻസ്. സൺഡ്രി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ എക്സ്പെൻസിന് നമ്മൾ ഓഫീസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ എക്സ്പെൻസിനെ മൊത്തത്തിൽ പറയുന്നതാണ്. ചെറിയ എമൗണ്ടിന്റെ ഒക്കെ എക്സ്പെൻസ് ആയിരിക്കും. അതിൽ മൊത്തത്തിൽ നമ്മൾ ടോട്ടലി പറയുന്നതാണ് സൺഡ്രി എക്സ്പെൻസ്. ഓക്കെ, ഒരു 500 ഉണ്ട്. ഏതിലാണ്? പേയ്മെന്റ്. ഓക്കെ, നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ്, എക്സ്പെൻസ് അല്ലേ? ഇപ്പൊ പേയ്മെന്റ് എടുക്കാം. F5 എടുക്കാം. ഡെബിറ്റ് സൺഡ്രി എക്സ്പെൻസ് എമൗണ്ട് 500, ക്രെഡിറ്റ് ക്യാഷ്. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് റെസീറ്റിൽ ചെയ്യാം. വൗച്ചർ ടൈപ്പ് F6, റെസീറ്റ് എടുക്കാം. കമ്മീഷൻ റിസീവ്ഡ് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു കമ്മീഷൻ റിസീവ്ഡ് ആണ് ജേണൽ എൻട്രി വരാം. ക്രെഡിറ്റ് ആദ്യം ചോദിക്കുന്നതുകൊണ്ട് കമ്മീഷൻ റിസീവ്ഡ് കൊടുക്കാം. ക്രെഡിറ്റില് കമ്മീഷൻ റിസീവ്ഡ് എമൗണ്ട് 3,500, ഡെബിറ്റ് ക്യാഷ് കൊടുക്കാം. ശരി, ഇങ്ങനെയാണ്. തെറ്റിക്കാണ്ട് ചെയ്യണേ. എന്റെ കൂടെ തെറ്റിക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും റിപ്പോർട്ട് കറക്റ്റ് ആയിരിക്കും. പേജ് അപ്പ് പേജ് ഡൗൺ. അസ്ലാന്റെ അതാ 9 പേജ് അപ്പ്, പിന്നെ 3 പേജ് ഡൗൺ. അത് മനസ്സിലായി. പക്ഷെ അത് 9 നോക്കുമ്പോഴും വരുന്നില്ല, Alt+9 നോക്കുമ്പോഴും വരുന്നില്ല. കീബോർഡിൽ FN കീ കാണുന്നുണ്ടോ? FN. ഓക്കെ, അത് പ്രസ് ചെയ്ത് നോക്ക്. FN കീ. ഓക്കെ, ഇല്ല ആയോ? ഇല്ല, അങ്ങനെയും വരുന്നില്ല. FN പേജ് അപ്പ് ആയിട്ടില്ല. ഇല്ലില്ല. Alt FN പേജ് അപ്പ് അടിച്ചു നോക്ക്. ആ, ആവുന്നില്ല. ആവുന്നില്ല. കൺട്രോൾ FN പേജ് അപ്പ് അടിച്ചു നോക്ക്. ആ, ആയോ? ഇല്ല. നമ്പർ ലോക്ക് ഓൺ തന്നെ അല്ലേ? നമ്പറിലേക്ക് ഓൺ തന്നെ. ആ, ഓൺലൈനുള്ള ഓഫ് ചെയ്താണോ? ഓൺലൈനാണുള്ളത്. ഇത് ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ട്രാൻസാക്ഷൻ കണ്ടോ, ഇത് സേവ് ചെയ്തിട്ടില്ലേ? കൺട്രോൾ സേവ്. സേവ് ചെയ്തതിന് ശേഷം പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാൽ വരുമല്ലോ. പേജ് അപ്പ് ഒന്നുകൂടെ അടിച്ചു നോക്ക്. ലാസ്റ്റ് എഴുതിയ ട്രാൻസാക്ഷൻ കമ്മീഷൻ റിസീവ്ഡ് ആണോ? യെസ്, കമ്മീഷൻ റിസീവ്. എന്തായി വന്നോ?
ഇല്ല വന്നിട്ടില്ല. മാം സെയിൽസിന്റെ ഇത് സേവ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പേജസ് സേവ് ചെയ്യാൻ കഴിയുന്നില്ലാന്നോ? എന്താ ചോദിക്കുന്നത്? എറർ കാണിക്കുന്നു. എറർ കാണിക്കുന്നു. എററോ? ഫോട്ടോ എടുത്തേക്ക്. മാം വേജസ് പേയ്മെന്റില് വരാ? അതെ. യെസ്, വേജസ് പേയ്മെന്റ്. ഈ കമ്മീഷൻ റിസീവ്ഡ് പിന്നെ റെസിപ്റ്റിൽ ചെയ്തു, പിന്നെ ക്രെഡിറ്റ് കമ്മീഷൻ റിസീവ്ഡ് അല്ലേ വരിക, ഡെപ്റ്റർ ക്യാഷോ? യെസ്. പേജ് അപ്പ് പേജ് ഡൗൺ കിട്ടിയോ? അസ്ല ആരാണ് ചോദിച്ചേ? അസ്ല അല്ലേ? ആ ശരിയായോ? ഇല്ല. അതാവുമല്ലോ പേജ് അപ്പ്. ഒന്നുകിൽ FN കീ അടിക്കാം. FN കീ ഒന്നിച്ച് പ്രസ് ചെയ്യണം കേട്ടോ. FN കീ പ്രസ് ചെയ്യാം, എന്നിട്ട് പേജ് അപ്പ് അടിക്കാം. അങ്ങനെ അതല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേറെ ചാൻസ് നമ്പർ ലോക്ക്. നമ്പർ ലോക്ക് ഡൗൺ അടിച്ചാൽ മതി. ആയോ? ഇല്ല മിസ്സേ. വേറെ ആരും എന്തോ പറഞ്ഞല്ലോ. FN പ്ലസ് അപ്പ് ആൻഡ് ഡൗൺ ആരോ അടിച്ചാൽ മതി. FN ആ ആരോ അടിച്ചാ മതി. FN പ്ലസ് ആരോസ് ഇല്ല, അപ്പ് ഡൗൺ. F9 അല്ലേ? FN അപ്പ് ആൻഡ് ഡൗൺ ഇല്ലേ? ആരോ ഉണ്ടല്ലോ. F9 അല്ല, FN കീബോർഡിൽ താഴെ കയറണ്ട. കൺട്രോളിന്റെ അടുത്ത് താഴെയായിരുന്നു FN. ആ ഡാഡി FN. ആയോ? നോക്കട്ടെ. ഫാത്തിമ ഷക്കീറിന്റെ നോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. ആ സ്ക്രീൻ എനിക്ക് ഫുൾ അയച്ചു തന്നിട്ട് ജസ്റ്റ് എറർ മാത്രമാണ് അയച്ചത്. ഇതിൽ നമ്മൾ ഡെബിറ്റ് ക്യാഷ് കൊടുക്കണം, അതുകൊണ്ടാണ് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് എറർ. കൊടുത്തിന് മാം 27,000. റെസീറ്റ് തന്നെ ചെയ്തത്? റെസീറ്റിലായിരിക്കൂല. ആ ഒന്ന് റെസിപ്റ്റ് കാണിച്ചേ. ഒന്ന് സ്ക്രീൻ ഫുൾ ആയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചേ. നമ്മള് ബാക്കി കണ്ടിന്യൂ ചെയ്ത മാമിന്റെ ഒപ്പം എഴുതിയ ഇത് എന്താണ് ചെയ്തത്? റെസീറ്റ്. ഇത് ഏത് ട്രാൻസാക്ഷനാ? 27,000ന്റെ സോൾഡ് ഗുഡ്സ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ്. അവിടെ ബൈ എന്താ കൊടുത്തത് നോക്കിയാട്ടെ. ക്യാപിറ്റൽ. അതുകൊണ്ടാണ്. എന്തായി? പേജ് അപ്പ് പേജ് ഡൗൺ ആയോ? ഇല്ല. FN കീ കണ്ടല്ലോ, അതും ഒന്നുകിൽ പേജ് FN പേജ് അപ്പ് പേജ് ഡൗൺ ഇത് പ്രസ് ചെയ്താലാവും. അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ FN ആരോ കീ ഉണ്ടല്ലോ, അപ്പ് ആൻഡ് ഡൗൺ, അത് പ്രസ് ചെയ്ത് നോക്ക്. ആയോ? ഇല്ല, അപ്പൊ ക്വിറ്റ് ചെയ്യാനാ വരുന്നത്. ഇത് രണ്ടുകൂടെ ഒപ്പം നിൽക്കരുത്. അപ്പ് പ്രീവിയസും ഡൗണ്. ഒപ്പം തന്നെ നിക്കുന്നു. അല്ല, ഒപ്പം നിൽക്കരുത്, ഒപ്പം ക്ലിക്ക് ചെയ്യരുത്. ആദ്യത്തെ ഒന്ന് അപ്പ്. FN പ്രസ് ചെയ്തതിന് ശേഷം പേജ്. ഏതാ ലാപ്ടോപ്പ്? ഏതാ? ഡെൽ.
ഇതിൽ ഒന്നുകിൽ FN പേജ് അപ്പ്, അതല്ലെങ്കിൽ FN ഈ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടല്ലോ ആരോ. നമ്പർ ലോക്ക് വേണ്ട, എമൗണ്ട് ഒക്കെ അടിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓഫ് ആക്കിയാലാവോ? ഓഫാക്കി ഓണാക്കി നോക്ക്. ഓഫാക്കിയാലാവൂല, ഓഫാക്കി ഓണാക്കി നോക്കണം. എല്ലാം പ്രസ് ചെയ്യുമ്പോ ക്വിറ്റ് ചെയ്യാനേ വരുന്നുള്ളൂ. അതില് വേറെ കീബോർഡിൽ വേറെ എവിടെയെങ്കിലും പേജ് അപ്പ് പേജ് ഡൗൺ ഉണ്ടോ നോക്കിയേ. 9 6 അല്ലാണ്ട്, സോറി 9 3 അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഞാൻ ഫോട്ടോ അയച്ചു. ഒന്ന് ഫോട്ടോ അയച്ചു. ബാക്കിയുള്ളവര് ചെയ്യട്ടോ, തെറ്റിക്കാണ്ട് ചെയ്യണം. ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്നതാണെങ്കിൽ പേയ്മെന്റിൽ ചെയ്യാം, ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നതാണെങ്കിൽ റെസിപ്റ്റിൽ ചെയ്യാം. തെറ്റാണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഇത് ഫർണിച്ചർ ബോട്ട് ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെയാ? അതെ. മിസ് ഓഫീസ് സ്റ്റേഷനറി പേയ്മെന്റിലല്ലേ വരാ? പേയ്മെന്റ് ഓഫീസ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എൻറ്റർ ചെയ്യാം. നമ്മളോട് ചോദിക്കുന്നത് ഗ്രൂപ്പാണ്, അണ്ടർ ആണ് ചോദിക്കുന്നത്. പിന്നെ ആരുതാണ്? അസ്ലാൻഡ് ആണോ വർക്ക് ചെയ്യാത്തത്? പേജ് അപ്പ് പേജ് ഡൗൺ ആരുടെയാ? അസ്ലഹാന്റെ. അതിന് നമ്പർ ലോക്ക് ഓഫ് ആക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. നമ്പർ ലോക്ക് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ആ പേജ് അപ്പ് 9 മാത്രം അടിച്ചു നോക്കിയേ, വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഉം ഇല്ല ഇല്ല, ക്വിറ്റ് ചെയ്യാനാ ഓഫ് ആക്കിയിട്ട് വരുന്നില്ല? ഇല്ല. വരുന്നുണ്ട്. ഓക്കെ, എന്നാ അങ്ങനെ ചെയ്തോട്ടോ. ഓഫ് ആക്കിയതിന് ശേഷം ചെയ്തോ. ഓരോ കീബോർഡിൽ ഓരോ സിസ്റ്റത്തിന്റെ കീബോർഡ് മാറ്റാന്ന്, ഓരോന്ന് മാറ്റം വെച്ചാൽ അതിൽ FN അടിക്കണം. ഇപ്പൊ കമ്മീഷൻ റിസീവ്ഡ് കഴിഞ്ഞാല് നെക്സ്റ്റ് വേജസ് ചെയ്തവര് നെക്സ്റ്റ് ചെയ്യാം. ഡെബിറ്റ് വേജസ് കൊടുക്കാം. 5,000 ക്രെഡിറ്റ് ക്യാഷ്. ഓഫീസ് സ്റ്റേഷനറി പേയ്മെന്റ് തന്നെ, ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് വരിക. നെക്സ്റ്റ് ഫർണിച്ചർ പേയ്മെന്റിൽ തന്നെ ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 3,000. നെക്സ്റ്റ് പേയ്മെന്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 2,000. വേജസ് പേയ്മെന്റാ? പേയ്മെന്റ് ഓക്കെ.
പേയ്മെന്റ് റെസിറ്റ് എങ്ങനെയാണോ നോക്കുക? നമ്മള് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ബിസിനസ്സിന് ക്യാഷ് പോകുന്നതാണോ നോക്കാം. അപ്പൊ നോക്കിയിട്ട് പേയ്മെന്റിലാണോ റെസിറ്റിലാണോ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പൊ ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുത്തിട്ടല്ലേ പർച്ചേസ് ചെയ്യാം. ബിസിനസ്സിലേക്ക് ഫിക്സഡ് അസറ്റ് വരുന്നുണ്ട്, പക്ഷെ ക്യാഷ് നോക്കുക, ക്യാഷ് പോകുന്നതാണോ വരുന്നതാണോ അത് നോക്കിട്ടെ. ഈ സോൾഡ് ഗുഡ്സ് പിന്നെ റെസിപ്റ്റിലാണ് എഴുതുക, പിന്നെ ഫസ്റ്റ് റെസിറ്റിൽ ക്രെഡിറ്റാ കാരണം വരിക. ഓക്കെ. സെയിൽസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സാധനങ്ങൾ വിൽക്കുമ്പോൾ ക്യാഷ് വരുന്നത്. ഇപ്പൊ റെസീറ്റിൽ ചെയ്യാം. ക്രെഡിറ്റ് ആണ് ആദ്യം ചോദിക്കുക. ക്രെഡിറ്റ് സെയിൽസ്, ഡെബിറ്റ് ക്യാഷ്. നെയിം ഓഫ് ഐറ്റം എന്നുണ്ട്, അത് കൊടുക്കണ്ടല്ലോ വരുന്നു. നെയിം ഓഫ് ഒരു ഐറ്റം നെയിം ഒന്നും കൊടുക്കണ്ടേ, എൻട്രി അടിച്ചത് മതി. ഈ വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. അതെന്താ വിത്രോ? വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രോയിങ്സ് നമ്മൾ ജേർണൽ എൻട്രി വരെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് ആണ്. ഓണർ ആണ് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ ബിസിനസിന്റെ സൈഡ് നോക്കണം കേട്ടോ. ബിസിനസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ബിസിനസ്സിന് ക്യാഷ് കുറയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ആ ഓക്കെ, അപ്പൊ പേയ്മെന്റിൽ പേയ്മെന്റിലല്ലേ? യെസ്. ഡെപ്റ്ററിൽ ഡ്രോയിങ്സ് അവര് യെസ്, ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും യെസ്. ഇല്ല. സെയിൽസ് വരുമ്പോ റെസീപ്റ്റിലല്ലേ? ആ സെയിൽസ് റെസിറ്റ്. ഡ്രോയിങ്സ് ഏതാ വരിക? ഡ്രോയിങ്സ് പേയ്മെന്റിൽ. ഓണർ ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നതാണ്, അതുകൊണ്ട് പേയ്മെന്റിൽ ചെയ്യാം. ബിസിനസിന്റെ ക്യാഷ് കുറയുന്നതാണ്. ട്രാൻസാക്ഷൻസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ ചെയ്തത് എന്തെങ്കിലും കാണാന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം. പേജപ്പ് അടിച്ചിട്ട് ഞാൻ പറയുന്നത് ചെക്ക് ചെയ്യാം. അല്ലാതെ ചെയ്ത് കഴിഞ്ഞോ എന്നിട്ട് ചെക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയോ എല്ലാരും? ഇല്ല, രണ്ട് യെസ്. separate ചെയ്യാനുണ്ട്. ഏ രണ്ടെണ്ണം കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, പെട്ടെന്ന് ചെയ്യ്. അസ്ലഹ എന്നാണോ അസ്ല എന്നാണോ പേര്? അസ്ലഹ. അസ്ലഹ. അസ്ലഹ എന്ന് തന്നെ എല്ലാരും വിളിക്കാം. അല്ല. അസ്ല എന്നായിരിക്കും അല്ലെ? ആ. എന്തായി, കംപ്ലീറ്റ് ആയോ?
കംപ്ലീറ്റ്. ഓക്കെ, ഇനി ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് റിപ്പോർട്ട് നോക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത പ്രോബ്ലം ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ പേജ് പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് ചെയ്തത് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് പേയ്മെന്റിൽ എമൗണ്ട് 50,000 കറക്റ്റ് അല്ലേ? Yes. ഓക്കെ. നെക്സ്റ്റ് സെയിൽസ് റെസീറ്റിലാണ് ചെയ്തത്. ക്രെഡിറ്റ് സെയിൽസ്, ഡെബിറ്റ് ക്യാഷ്, എമൗണ്ട് 40,000. ഓക്കെ ആണല്ലോ? Yes, yes. നെക്സ്റ്റ് പർച്ചേസ്ഡ്, സോറി Computer and പേജ് ഡൗൺ ആണ് അടിച്ചത്. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ പേയ്മെന്റിൽ കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 25,000. Okay. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് പേയ്മെന്റിൽ 50,000. Okay. നെക്സ്റ്റ് ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 50,000. നെക്സ്റ്റ് ഓഫീസ് സ്റ്റേഷനറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 5,000. നെക്സ്റ്റ് വേജസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 5,000. ക്രെഡിറ്റ് കമ്മീഷൻ റിസീവ്ഡ്, ഡെബിറ്റ് ക്യാഷ് റെസീറ്റിലാണ് 3,500. നെക്സ്റ്റ് പേയ്മെന്റിൽ സൺട്രി എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. 500. നെക്സ്റ്റ് റെസീറ്റിൽ ക്രെഡിറ്റ് സെയിൽസ്, ഡെബിറ്റ് ക്യാഷ് 27,000. റെസീറ്റിൽ റെന്റ് റിസീവ്ഡ് ക്രെഡിറ്റ്, ഡെബിറ്റ് ക്യാഷ് 1,000. നെക്സ്റ്റ് പേയ്മെന്റിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 11,000. സാലറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 2,000. പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് 36,000. റെസീറ്റിൽ ക്യാപിറ്റൽ ക്രെഡിറ്റ്, ഡെബിറ്റ് ക്യാഷ് 10 lakh. ഓക്കെ അല്ലേ? Yes. ഇത്രയും കറക്റ്റ് ആയിട്ടാണ് ചെയ്തെങ്കിൽ റിപ്പോർട്ട് കറക്റ്റ് ആയിരിക്കും. എസ്കേപ്പ് അടിച്ചിട്ട് ബാക്കിൽ വരാം. ഇവിടെ നമ്മൾ മാനുവലി ചെയ്തത് ഓർമ്മയില്ലേ? നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ ജേണൽ എൻട്രി നോക്കി എഴുതി. അതിനുശേഷം നമ്മൾ പിന്നെന്താണ് വരച്ചത്? Voucher. ഓരോ ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചല്ലേ? എന്നിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. നമ്മൾ ചെയ്ത ജേണൽ എൻട്രിയും ലെഡ്ജേഴ്സ് അക്കൗണ്ടും കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ട്രയൽ ബാലൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷമാണ് അവിടുത്തെ ബാലൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഏത് ചെയ്തത്? ഫൈനൽ അക്കൗണ്ട്സ് ആയ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലോസ് അക്കൗണ്ടും അക്കൗണ്ട്. ബാലൻസ് ഷീറ്റും നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വൗച്ചേഴ്സിലെല്ലാം കൊണ്ടുപോയി എൻറ്റർ ചെയ്ത് കൊടുക്കാം. ജേണൽ എൻട്രീസ് എമൗണ്ട് അടക്കം. ഓക്കെ, ഇത്ര മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യുള്ളൂ. ബാക്കി നമുക്ക് ടാലി റിപ്പോർട്ട് തരും. അപ്പൊ നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? ഫൈനൽ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ട്രയൽ ബാലൻസ് അക്കൗണ്ടും കാണാൻ പറ്റും. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം ട്രയൽ ബാലൻസ് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതില് എല്ലാവരും എടുത്തോ. ബാലൻസ് അക്കൗണ്ട് കാണില്ല. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് കാണുന്നുണ്ടോ? താഴെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്നുണ്ടോ? എല്ലാവരും എടുക്കണം കേട്ടോ. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് ട്രയൽ ബാലൻസ് എന്നുണ്ടോ? Yes. അത് എടുക്കാം. അപ്പൊ നമുക്ക് ട്രയൽ ബാലൻസിന്റെ റിപ്പോർട്ട് കിട്ടും. ഓയ്. അത് നമുക്ക് ഓൾട്ട് F1 അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓൾട്ട് F1. Yes, yes. കണ്ടു. ട്രയൽ ബാലൻസ് ടോട്ടൽ നമുക്ക് കിട്ടാം 10,71,500. എല്ലാവർക്കും കിട്ടിയില്ലേ? Yes. ഉണ്ടോ? ഡെബിറ്റ് ക്രെഡിറ്റ് ടാലി ആയിട്ട് ഉണ്ടോ? 10,71,500. ഓക്കെ, Okay. ഇനി എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വരാം. ഒന്നുകൂടെ എസ്കേപ്പ് അടിക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരാം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മുടെ ഫൈനൽ അക്കൗണ്ട് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓൾട്ട് F1 അടിക്കാം. ഡീറ്റെയിൽഡ് വ്യൂ. ഓൾട്ട് F1 എടുത്തോ. ഇതില് Yes. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ ട്രയൽ ബാലൻസ് അല്ലേ ഉള്ളൂ? അതിൽ പിന്നെ ട്രയൽ ഗെറ്റ് ബാലൻസ് ടാലി ഇട്ടാൽ ഒന്നുകൂടെ എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വന്നിട്ട് വേണം കേട്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാൻ. നമുക്കിത് ചെക്ക് ചെയ്യാം. നമ്മള്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ വരച്ച് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഡെബിറ്റ് സൈഡ് അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വരാ. ഇവിടെ നമുക്ക് സെയിൽസും ഡയറക്റ്റ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് വരാം. ഇവിടെ നമ്മുടെ ടോട്ടൽ പർച്ചേസ് കാണാൻ പറ്റും, ടോട്ടൽ സെയിൽസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേജസ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ താഴെ ഇതാണ് എന്ത് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നിച്ചാണ് കേട്ടോ വരാം. ഇതില് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് താഴെ വന്നിട്ടുണ്ട്. ഓഫീസ് സ്റ്റേഷനറി, സാലറി, സാലറി എക്സ്പെൻസ് അതിന്റെ ടോട്ടൽ ഇവിടെ ബോർഡിൽ കാണിക്കുന്നത് അതിന്റെ ടോട്ടൽ ആണ് കേട്ടോ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നിട്ട് ടോട്ടൽ മാത്രമേ ഉള്ളൂ, ഓരോന്നിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഓൾട്ട് F1 അടിച്ചാൽ മതി. വന്നില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 15,000 കാണാൻ പറ്റും. നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് 12,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകംസ് ഇവിടെ ക്രെഡിറ്റ് സൈഡ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ സെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസ് എത്ര നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 2 സെയിൽസ് ഉണ്ട്, 27,000ന്റെയും ഒന്ന് 40,000ന്റെയും. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വൗച്ചറിലെത്തും. ഓക്കെ, ബാക്ക് അടിക്കണമെങ്കിൽ എസ്കേപ്പ് അടിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് ബാക്കിലേക്ക് വരാം. അതുപോലെ തന്നെ പർച്ചേസ് കാണണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ടോട്ടൽ പർച്ചേസ് നമുക്ക് കാണാൻ പറ്റും. 36,000ന്റെ ഒരു പർച്ചേസ് ഉണ്ട്, അതുപോലെ തന്നെ 11,000ന്റെ ഒരു പർച്ചേസും കൂടെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെപ്പറേറ്റ് ഇവിടെ, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഇൻകംസും കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 12,000 കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ 12,000? Yes. Yes, yes. കിട്ടി. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇനി എസ്കേപ്പ് അടിക്കാം, ബാലൻസ് ഷീറ്റ് എടുക്കാം. ബാലൻസ് ഷീറ്റ് Okay. ഓൾട്ട് F1 അടിക്കാം, ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റ് വരച്ചെഴുതി പഠിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിന്റെ ഡെബിറ്റ് സൈഡിൽ വരാൻ ലാബിലിറ്റീസ് ആണ്, ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ അസറ്റ് ആണ് വരാം. ടോട്ടൽ ലാബിലിറ്റീസ് ഇവിടെ കാണിക്കും, ടോട്ടൽ അസറ്റ്സ് ഇവിടെ. ഇവിടെ നമുക്ക് അസറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ആയ കമ്പ്യൂട്ടർ ആൻഡ് ടൈപ്പ് റൈറ്റർ, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇവിടെ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ പർച്ചേസും സെയിൽസും ഒക്കെ കഴിച്ചിട്ട് ബാക്കി ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് അത് വരും. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് ടോട്ടല് നമ്മുടെ ഇൻകം അതുപോലെ തന്നെ എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് ക്യാഷ് ആയിട്ട് ഇനി എത്ര ബാലൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണാൻ പറ്റും. അവിടുന്ന് ഓണർ വിഡ്രോ ചെയ്ത 50,000 മൈനസ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡിൽ കാണിക്കും. പിന്നെ ഇവിടെ നമ്മളെ ലാബിലിറ്റി സൈഡിൽ വരാം, ക്യാപിറ്റലിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ 12,000 നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടോട്ടൽ വരാം, ബാലൻസ് ഷീറ്റ് ടോട്ടൽ വരാം 9,62,000. ഓക്കെ, ടാലി ആയിട്ടുണ്ട്. ഇത്രയും വന്നു കഴിഞ്ഞാല് എല്ലാവർക്കും ഇത് കിട്ടിയിട്ടില്ലേ? ക്രെഡിറ്റിലും ഡെബിറ്റിലും സെയിം എമൗണ്ട് ആവുമ്പോഴാണ് ടാലി എന്ന് പറയാ. ടോട്ടൽ അസറ്റ് അതുപോലെ തന്നെ ടോട്ടൽ ലാബിലിറ്റി രണ്ടും സെയിം ആയിരിക്കണം, ഇപ്പോഴാണ് ടാലി ആവാം, ഡിഫറൻസ് വരാൻ പാടില്ല. ഓക്കെ, യെസ്, ഓക്കെ മാം. നീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. ഇനി എസ്കേപ്പ് അടിച്ച് ബാക്കിൽ വരാം. ഇപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത്, ഇപ്പൊ മനസ്സിലായാലും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് ചെയ്യാം, ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കമ്പനി ക്രിയേറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ചെയ്ത പ്രോബ്ലം മൊത്തം അതിൽ മിക്സ്ഡ് ആവും. അതുകൊണ്ട് എന്ത് ചെയ്യാം, കമ്പനിയിൽ പോവാം.
അല്ലെങ്കിൽ ഓൾട്ട് കെ അടിച്ചാൽ മതി. ഓക്കെ, ക്രിയേറ്റ് എടുക്കാം. നെക്സ്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അരുൺസ് ലിമിറ്റഡ്. അരുൺസ് ലിമിറ്റഡ് എന്ന് കൊടുക്കാം. സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡേറ്റ് 1 April 2026 എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. തന്നെ കൊടുക്കാം. എന്നിട്ട് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം. വേറെ ഒരു ബോക്സ് വരുന്നുണ്ടെങ്കിൽ കൺട്രോൾ അടിച്ചാൽ മതി. സേവ് ചെയ്താൽ മതി. ചെയ്തോ? കമ്പനി ചെയ്തോ? ചെയ്ത് കഴിഞ്ഞോ? Yes. നമുക്കിവിടെ കാണാൻ പറ്റും നെയിം ഓഫ് കമ്പനീസിൽ നമ്മൾ 2 കമ്പനീസ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇല്ലേ? അരുൺസ് ലിമിറ്റഡും അശോക്സ് ലിമിറ്റഡും ഇല്ലേ? കാണുന്നില്ലേ? Yes. അതിൽ നമുക്ക് അശോക് ലിമിറ്റഡ് നമുക്ക് ഷട്ട് ചെയ്യാം. ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. കെ കമ്പനി എടുക്കാം. എല്ലാവരും എടുക്കണേ. കെ കമ്പനി എടുക്കാം. അതില് ഷട്ട് കണ്ടോ? അതെടുക്കാം. അശോക്സ് ലിമിറ്റഡ് സെലക്ട് ചെയ്യാം. അശോക്സ് ലിമിറ്റഡ് സെലക്ട് ചെയ്യാം. 100 ചെയ്യാം. അപ്പൊ ഇവിടെ അരുൺസ് ലിമിറ്റഡ് മാത്രം ഓപ്പൺ ആയിട്ട് വരും. വന്നില്ലേ? യെസ് യെസ്. Hmm. ഓക്കെ, ഇനി നമുക്കിതിന്റെ വൗച്ചർ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓൾട്ട് F2 അടിക്കാം. Okay. അക്കൗണ്ടിങ് പീരീഡ് ആണ്. അക്കൗണ്ടിങ് പീരീഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. 1 April 2026 to 31 March 2027 ഇങ്ങനെ ആയിരിക്കണം. ആരെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഇനി ഞാന് ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. ഇപ്പം ചെയ്യണ്ട, ജസ്റ്റ് നോക്കാം. കണ്ടോ? നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ച് ട്രാൻസാക്ഷൻസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ആദ്യം കുറച്ച് ഈ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നിട്ട് വൗച്ചർ എടുത്തിട്ട് ചെയ്യാം. എങ്ങനെ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് ക്രിയേറ്റിൽ പോയിട്ട് അവിടെ ലെഡ്ജേഴ്സ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഓരോ ലെഡ്ജേഴ്സും ഓരോ ട്രാൻസാക്ഷൻ നോക്കാം. ഏതൊക്കെ ലെഡ്ജർ വേണം നോക്കാം. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ നോക്കാം. അരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 10 lakh അല്ലെ? അതില് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ക്യാഷ് 5 lakh ആൻഡ് ബാങ്ക് HDFC 5 lakh. അതായത് അരുണ് ക്യാപിറ്റൽ ആയിട്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട്? 5 lakh ഉണ്ട്. നമ്മള് എത്ര ലെഡ്ജേഴ്സ് വേണം? ക്യാഷ്, ക്യാപിറ്റൽ, ബാങ്ക് അല്ലെ? ക്യാഷ്, യെസ്. ക്യാഷ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണ്ട, കാരണം ടാലിയിൽ ഓൾറെഡി ക്യാഷ് ലെഡ്ജർ ഉണ്ടാവും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ക്യാപിറ്റലും ബാങ്ക് HDFC. ഇപ്പൊ ക്യാപിറ്റൽ കൊടുക്കാം അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ. ബാങ്ക് HDFC അണ്ടർ ബാങ്ക് അക്കൗണ്ട് ആണ് വരാം. ഓക്കെ, നെക്സ്റ്റ് പെയ്ഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർ റൂം സ്പേസ്. അതായത് റൂം സ്പേസിൽ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് ജേർണൽ എൻട്രി വരെ. അപ്പൊ നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വരെ അണ്ടർ ഡെപ്പോസിറ്റ് അസെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. അവിടാണ് കൊടുക്കുക ഈ അണ്ടർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ.
ക്ലാസ് ഓക്കെ ആണല്ലോ, മനസ്സിലായിട്ടില്ലല്ലോ? ആ മനസ്സിലായി. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ എസ്കേപ്പ് അടിച്ചിട്ട് ടാലി ക്ലോസ് ചെയ്തോ. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് ഇൻഷാല്ല തേഴ്സ്ഡേ. എന്റെ ഈ കമ്പനീന്റെ അതില് ഷെഡ്യൂൾ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ? ടെൻഡറിലെ മറ്റേ അരുൺസ് ലിമിറ്റഡ് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ ബാക്കപ്പ് കാണിക്കുന്നു. ഏത്? ഞാൻ ഫോട്ടോ അയച്ചുതരാം. ഉം. ഫോട്ടോ വന്നില്ലല്ലോ. ഒരു മിനിറ്റ് ഇപ്പൊ അയച്ചുതരാം. കണ്ടോ മിസ്? മിസ് കണ്ടോ? കണ്ടു. അതെന്താ അങ്ങനെ? ഷെഡ്യൂൾ ബാക്കപ്സ് ആ അത് നമ്മൾ ഈ കമ്പനി ക്ലോസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നില്ലേ? ആ അത് ബാക്കപ്പ് വരുന്നതല്ലേ, വേറൊന്നും അല്ലത്. ഓക്കെ. ഇന്ന് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ലെഡ്ജസ് ഒക്കെ കിട്ടിയിട്ടില്ലേ? ആ കിട്ടി. ഓക്കെ, എന്നാ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇൻഷാല്ല തേഴ്സ്ഡേ കാണാം കേട്ടോ. ചിലപ്പോ ഞാനായിരിക്കും അല്ലെങ്കിൽ സാർ ആയിരിക്കും കേട്ടോ. ഓക്കെ. സാറിന്റെ ക്ലാസ് ഓക്കെ അല്ലേ? വേറെ മെത്തേഡിലാണ് ഇപ്പൊ, രണ്ടും കൂടി സാറ് മിക്സ് ഫസ്റ്റ് മെത്തേഡിലാണ് എടുക്കുന്നത്. ഓരോ അന്ന് ട്രാൻസാക്ഷൻ ചെയ്തു. സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളോട് ഫസ്റ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്ട് വൗച്ചറിൽ നേരെ പോയിട്ട് അവിടുന്നാണ് സാറ് ലെഡ്ജർ. അത് നമുക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെയല്ല, രണ്ടുപേരും കൂടി രണ്ട് രീതിയിൽ ഇടക്കിടക്ക് ക്ലാസ് ആകുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓക്കെ, അതെന്ത് സംഭവം എന്ന് അറിയോ? അത് ക്ലാസ് ഒക്കെ സെയിം ആണ്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ്. ഇതിപ്പോ ടാലി ഓപ്പൺ ചെയ്ത് സാറ് പറഞ്ഞത് കമ്പനി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നേരെ വൗച്ചറിൽ പോയിട്ട് സാർ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പൊ ക്യാപിറ്റൽ ചെയ്യുന്നത് റെസീറ്റ് എടുത്തു. റെസീറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ക്യാപിറ്റൽ കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ലെഡ്ജേഴ്സ് ഒന്നും ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലിസ്റ്റില് ലെഡ്ജേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സാർ എന്ത് ചെയ്തു? ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തു അല്ലെ. ഇവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ഓൾട്ട് സി അടിച്ച് കഴിഞ്ഞാൽ ലെഡ്ജർ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമ്മളിപ്പോ ക്യാപിറ്റൽ കൊടുത്ത് ഓക്കെ ജസ്റ്റ് കൊടുത്താണ് സേവ് ചെയ്ത്. ഓക്കെ, സാർ ഇങ്ങനെയാണ് ചെയ്തത് അല്ലേ? എന്നിട്ട് ഇവിടെ ക്യാഷ് കൊടുത്തു. രണ്ടും സെയിം രീതി തന്നെയാണ് ചെയ്ത് വെച്ചാൽ സാർ ആദ്യം ക്രിയേറ്റിൽ പോയിട്ട് ലെഡ്ജേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്തു? നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ലെഡ്ജേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷം വൗച്ചറിൽ പോയിട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്താക്കാം? വേഗം ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? നമുക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ആദ്യം ചെയ്തിട്ടില്ലെങ്കിൽ ലെഡ്ജർ ഈ ബോക്സിൽ ഇതൊന്നും വരില്ല, ലെഡ്ജേഴ്സ് ഒന്നും വരില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യണം. ഓൾട്ട് സി അടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ക്രിയേറ്റിൽ പോയിട്ട് ഓരോന്നും ഇവിടുന്ന് ചെയ്തിട്ട് പോണം. അങ്ങനെയും ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഏതായിരിക്കും? ആദ്യം എല്ലാം ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് വേഗം നമുക്ക് സെലക്ട് ചെയ്തിട്ട് വൗച്ചർ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അത് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ സാർ പറഞ്ഞിട്ടുണ്ടാവാം പർച്ചേസ് ഒക്കെ F9, അതുപോലെ തന്നെ സെയിൽസ് F8. കറക്റ്റ് ആണ്, രണ്ടും അതിൽ തന്നെയാണ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ നമുക്ക് ഐറ്റംസ് കറക്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് ഐറ്റം അല്ലെങ്കിൽ 10 കമ്പ്യൂട്ടർ ഇത്ര 10,000 രൂപക്ക് നമ്മൾ വാങ്ങിച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി റേറ്റും ഒക്കെ കൊടുത്തിട്ട് ഇൻവെന്ററി ചെയ്യണമെങ്കിൽ നമ്മൾ F8 അല്ലെങ്കിൽ F9 ചെയ്യണം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് സോൾഡ് ഗുഡ്സ് അത്ര മാത്രമേ തരുന്നുള്ളൂ. അതുകൊണ്ടാണ് റെസീറ്റ് പേയ്മെന്റിൽ ചെയ്യുന്നത് കേട്ടോ. അത് അത്രേ ഉള്ളൂ, അത് മനസ്സിലാക്കി വെച്ചാൽ മതി.
നമുക്ക് F8-ലും F9-ലും ചെയ്യേണ്ട പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിലൊക്കെ ചെയ്യേണ്ടതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആകെ പഠിച്ച വൗച്ചർ ടൈപ്പ് പേയ്മെന്റ് റെസീറ്റ് മാത്രമാണ്. ഞാൻ തന്ന ക്വസ്റ്റ്യനിൽ അത് മാത്രമേ ഇപ്പൊ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് അത് മാത്രം ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, നോക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ പറ്റുകയാണെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ സാർ എടുക്കും കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ മാം. ഓക്കെ. Thank you, ma'am.